ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു സംഘടന എന്ന് പറയുന്നത് CH സെന്റർ ആണ്, മുസ്ലിം ലീഗിന്റെ. ഇതിൽ ലീഗും നിലപാട് വ്യക്തമാക്കേണ്ടതല്ലേ? ഇത് ഒരുപാട് സംഘടനകൾ കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ CH സെന്ററിന്റെ പേരിൽ പാലിയേറ്റീവ് കെയറിൽ മെഡിക്കൽ കോളേജുകൾക്ക് സമീപം നടത്തുന്ന പ്രവർത്തനം വളരെ വലുതാണ്. ഞാൻ ഇത് ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊടിവെച്ച് കെട്ടിയ വണ്ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊടിവെച്ച് കെട്ടി ആശുപത്രി കോമ്പൗണ്ടിൽ കൊടിവെച്ച് കെട്ടിയിട്ട് പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല. രക്തം കൊടുക്കേണ്ടതിന് ഈ സാറ് പറയോ? നാളെ ഇനി ആക്രി നിരോധിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. കാരണം ഞങ്ങൾ ആക്രി പറക്കിയിട്ടാണ് കോവിഡ് കാലം മുതൽ പുതിയൊരു മോഡൽ ഉണ്ടാക്കിയത്. ഞങ്ങളെ ആക്രി പറക്കി 12 കോടി രൂപയാണ്, 11 കോടി രൂപ എറൗണ്ട് കേരളത്തിൽ DYFI ആക്രി പറക്കിയിട്ട് ചെയ്തു. വയനാട്ടിൽ ദുരന്തബാധിതരെ സഹായിക്കാൻ 100 വീടുകളുടെ പണം കണ്ടെത്തിയത് DYFI ആക്രി പറക്കിയിട്ടാണ്. ഇനി ആക്രി കെ മുരളീധരൻ ആൻഡ് കമ്പനി നിരോധിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അല്ല, ഞാൻ ആ പറഞ്ഞതിനെ അങ്ങനെ വ്യക്തിപരമായിട്ടല്ല എടുക്കേണ്ടത്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയറാണ്. അത് വ്യക്തിപരമായി ഇതിനെ അങ്ങനെ ചുരുക്കരുത്. അതിൻ്റെ കാരണം എന്നറിയാം, ഇതിന് രാഷ്ട്രീയമല്ലാന്നേ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയറാണ്. മനുഷ്യരായ ഒരാൾക്കും ഇതിനെ എതിർക്കാനാകില്ല. മനുഷ്യരായ ഒരാൾക്കും ഇതിനെ എതിർക്കുന്നവരുടെ മാനസിക നില പരിശോധിക്കണം. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ വ്യക്തിപരമായി കാണണ്ട. അത് വളരെ 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 പ്രാധാന്യത്തോടു കൂടി തന്നെ ഉത്തരവാദിത്തോടെ തന്നെ പറയുന്നതാണ്. 1. 2, ഞങ്ങളിതിനെ അദ്ദേഹം ഇത് പറഞ്ഞങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന സംവിധാനമൊന്നുമല്ല. ഞങ്ങളിത് ആദ്യം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിത് ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചർച്ച വന്നു. തുടക്കത്തിൽ ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഇത് മുടങ്ങാൻ പാടുണ്ടോ? അതിന് ഞങ്ങളെടുത്തൊരു റെഫറൻസ് ഉണ്ടെന്നറിയാം. ഈ പൊതിച്ചോറ് ശേഖരിക്കാൻ നിൽക്കുന്ന ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ടല്ലോ, ഇന്നത്തെ ദിവസം ഉത്തരവാദിത്തമുള്ള ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ഭാരവാഹി അന്ന് ഈ പൊതിച്ചോറ് ശേഖരിക്കുന്നു. ഓക്കെ, അന്ന് അതിലൊരാൾ മരണപ്പെട്ടു പോയാലും, ഞങ്ങളെടുത്ത റെഫറൻസാണ്, അതിലൊരാൾ മരണപ്പെട്ടു പോയാലും ബാക്കിയുള്ള സഹാക്കൾ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കണം. ഞങ്ങളിത് എടുക്കുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടല്ല എടുക്കുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്താനാണ്. ഓണത്തിന് മുടങ്ങില്ല, ക്രിസ്മസിന് മുടങ്ങില്ല, പെരുന്നാളിന് മുടങ്ങില്ല, തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ദിവസം മുടങ്ങില്ല, തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പരാജയത്തിൽ ഒന്നും മുടങ്ങില്ല, ഹർത്താൽ ബന്ദ് മുടങ്ങില്ല. അതിൻ്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്താൻ പറഞ്ഞതാണ്. പക്ഷേ തൃശ്ശൂരിൽ സനൂപ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു DYFI സഖാവ് കൊല്ലപ്പെട്ടു. അന്ന് അവൻ കൂടി പൊതിച്ചോറ് ശേഖരിച്ച് തിരിച്ചു പോകുമ്പോഴാണ്, അവൻ്റെ കമ്മിറ്റിയാണ് പൊതിച്ചോറ് കൊടുക്കേണ്ടത്, കൊല്ലപ്പെട്ടു. ഇതന്ന് അറിഞ്ഞിട്ട്, അന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞാൻ, DYFIയുടെ അന്നത്തെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി PB ബിനോബിനോട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ പൊതിച്ചോറ് വിതരണം മുടങ്ങരുതെന്നാണ്. ഞാൻ ശ്രീ കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തുകയാണ്, തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ മോർച്ചറിയിൽ ആ പൊതിച്ചോറ് ശേഖരിച്ചവരിൽ ഒരാളായ സനൂപിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കറുത്ത ബാഡ്ജ് കുത്തി അവൻ കൂടി ശേഖരിച്ച പൊതിച്ചോറ് DYFI വിതരണം ചെയ്യായിരുന്നു. ആ DYFIയെ കെ മുരളീധരൻ്റെ ഈ സുന്ദര മുഖത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങ് വെച്ച് ഞങ്ങൾ പിന്മാറിപ്പോകുമെന്ന് കരുതിയേക്കരുത്. ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തോടാണ്, ഈ നാട്ടിലെ ജനങ്ങളോടാണ്. ഞങ്ങൾക്ക് പൊതുകെട്ടിത്തരുന്ന പ്രാർത്ഥനാനിരതമായ മനസ്സുമായി പൊതുകെട്ടിത്തരുന്ന ജനങ്ങളിലെ ആ മനുഷ്യരോടാണ്. അതിൽ രാഷ്ട്രീയമില്ല, മനുഷ്യൻ്റെ വിശപ്പേ ഉള്ളൂ. ആ വിശപ്പ് മാറ്റാൻ ഞങ്ങൾ ഇറങ്ങും, ഞങ്ങൾ കൊടുക്കും. ഇത് ഇങ്ങനെയാണ് ഞങ്ങളതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി ഇതിൽ രാഷ്ട്രീയം കാണരുത്. രാഷ്ട്രീയം കണ്ട് ഇതിന്മേൽ മസിൽ പിടിക്കാൻ വരരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ തോറ്റുപോയുള്ളൂ. ഞങ്ങളിൽ നിന്ന് പിന്മാറിയേക്കും എന്ന് കരുതരുത്. അത് ഞങ്ങളങ്ങനെ ചെയ്യും. അല്ല, സേവനം നടത്തുമ്പോൾ കൊടിയുടെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ സേവനം നടത്തുമ്പോൾ? വലിയ പ്രവർത്തനമാണ് DYFI ചെയ്യുന്നതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അപ്പോൾ ഈ കൊടിയും ബാനറും എന്നുള്ളതിൽ അതിൽ അങ്ങനെ ഒരു ചോദ്യം മറുപടി വലിയ പ്രവർത്തനമായി ഞങ്ങളെ വിലയിരുത്തപ്പെടുകയും ജനം ഇത് തരികയും ചെയ്യുന്നത് കൊടിയും ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ആയിരുന്നേ. ഞങ്ങൾക്ക് മുമ്പ് പറയട്ടെ, വിതരണം ചെയ്യുമ്പോഴും അതെ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ DYFI ഹൃദയപൂർവ്വം എന്ന നിലയിൽ ഞങ്ങൾ കൊടിവെച്ച് ഞങ്ങളിത് വിതരണം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ബ്രെയിൻ ചൈൽഡാണ്, ഞങ്ങളുടെ ഒരു ക്യാമ്പയിനാണ്, ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഞങ്ങളിവിടെ കീപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ നിരോധിത സംഘടനയൊന്നും അല്ല. ഈ പറയുന്നവർ ആരാണ്? ശരത്തിൻ്റെയും എൻ്റെയും ഈ നാട്ടിലുള്ളവരുടെയും ഖജനാവിൽ നിന്ന് പണമെടുത്ത് സൗജന്യ ബസ് കൊടുത്തിട്ട് ആ ബസ്സിൽ പ്രിയദർശിനി ഇന്ന് അച്ചടിച്ച് വെച്ചവരല്ലേ? അല്ലേ? നിങ്ങൾ പറയുമ്പോൾ ഒരു യുക്തി വേണ്ടേ? നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മുടെ പണം ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഇട്ടിട്ട് അതിലെല്ലാ ബസ്സിലും എഴുതി പിടിപ്പിച്ചില്ലേ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രിയദർശിനി ബസ്, പ്രിയദർശിനി ഇതെന്ന്.
അതെന്തിനാ അത് ബ്രാൻഡിങ് അല്ലേ, അത് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതല്ലേ. അവർ വന്നിട്ട് ഒരു സംഘടന മാന്യമായി മര്യാദയ്ക്ക് കുറേ കാലമായി വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ അവരുടെ കൊടി വെച്ച് പോയി. അയ്യോ, എന്താ നിരോധിത സംഘടനയാണോ DYFI? ഇനി ഞങ്ങൾക്ക് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മുസ്ലിം ലീഗിനെ നിങ്ങളിവിടെ ഉദ്ധരിച്ചു. മുസ്ലിം ലീഗ് പലയിടത്തും ഇത് വിതരണം ചെയ്യുന്നു. അവിടെ യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പതാക വെക്കാറുണ്ട്. സേവാഭാരതി വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. അവർ കൊടി വയ്ക്കുന്നുണ്ട്, ബോർഡ് വയ്ക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും എതിർത്തോ? ഞങ്ങൾക്ക് BJPയുടെ രാഷ്ട്രീയ എതിർപ്പുണ്ട്. പക്ഷേ കേരളത്തിൽ LDF അധികാരത്തിലിരുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊന്നും വെച്ചിവിടെ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്തോ? ഞങ്ങളെല്ലാം ഈ മാനസിക നില തെറ്റി ഇടപെട്ടോ? നിങ്ങൾ പറ. അപ്പോൾ ഇത് എന്താണ് ആ സംഘടനയുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യും. അതിനെന്താണ് കുഴപ്പം? അങ്ങനെയാണെങ്കിൽ DYFIയുടെ ആംബുലൻസിൽ ഈ വരുന്ന ആളുകളെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ കയറ്റില്ല എന്ന് പറയും. എന്താണ് വിട്ടിത്തം പറയുന്നത്? അതാണ് ഞാൻ മാനസിക നില പരിശോധിക്കുന്നത് പറയുന്നത്. ഇപ്പോൾ DYFIയുടെ ഒരുപാട് ആംബുലൻസ് ഉണ്ട്. DYFI ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ രോഗിയെ കൊണ്ടുവന്നാൽ ഞങ്ങൾ കേട്ടില്ല എന്ന് പറയോ? DYFI ഉണ്ടെന്നേ, ലീഗ് ഉണ്ടെന്നേ, BJP ഉണ്ടെന്നേ, വേറെ പല യൂത്ത് കോൺഗ്രസ് ഉണ്ടെന്നേ. ഞങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പറയാണ് ആശുപത്രി കാമ്പൗണ്ടിൽ ഇങ്ങനെ യൂത്ത് ലീഗിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടിയൊക്കെ പതിപ്പിച്ച ആംബുലൻസ് കൊണ്ടിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിരഹിതമാണത്? അതാ ഞാൻ പറഞ്ഞത്. ഭാവിയിൽ ഈ ഞങ്ങൾ ഈ രക്തദാനത്തെ എന്ത് ചെയ്യും? DYFIക്കാരൻ്റെ രക്തം വേണ്ട. DYFIക്കാരൻ DYFIയുടെ ബാഡ്ജ് വെച്ച് ഹോസ്പിറ്റലിനകത്ത് ഞങ്ങളൊരു രക്തദാന ക്യാമ്പ് നടത്തി. ആ രക്തദാന ക്യാമ്പിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങളിത് കൊടുക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം ശ്രീ കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹം ആരോഗ്യമന്ത്രിയാണല്ലോ. രക്തദാനത്തെ ജനകീയമാക്കിയ സംഘടന DYFI ആണ്. ഞങ്ങൾ അതിന് ശേഷം ഏറ്റെടുത്ത ക്യാമ്പയിൻ ഇപ്പോൾ കൂടുതൽ ജനകീയമാകുന്നു. അത് അവയവദാനത്തിൻ്റെ ക്യാമ്പയിനാണ്. അപ്പോൾ DYFIയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരാൾ രക്തദാനത്തിന് സന്നദ്ധനാകുന്നു. അവൻ ആ ബാഡ്ജൊക്കെ കുത്തി വന്നിട്ട് രക്തം കൊടുക്കുന്നു. ഇത് എടുക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹം ഉത്തരവിടോ? ഞങ്ങൾ അവയവദാനത്തിൻ്റെ ക്യാമ്പയിൻ, ഞങ്ങൾ DYFIയുടെ എല്ലാ ക്യാമ്പയിനുകളിലും പരിപാടികളിലും ഗ്യാതറിങ്ങിലും ഞങ്ങൾ അവയവദാനത്തിൻ്റെ സമ്മതപത്രം ഏറ്റുവാങ്ങാറുണ്ട്. അങ്ങനെ DYFI ക്യാമ്പയിൻ നടത്തി അവയവദാനത്തിൻ്റെ സമ്മതപത്രം വാങ്ങി. ആ അവയവദാനത്തിൻ്റെ സമ്മതപത്രവുമായിട്ട് വന്നാൽ ആ അവയവം സ്വീകരിക്കരുത് എന്ന് ആരോഗ്യമന്ത്രി പറയോ? ഇത് എന്താണ് പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അല്പം എന്താ പറയുക, ഞാനത് എൻ്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിക്കുകയാണ്. അത് ശരിയല്ല. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അദ്ദേഹം ദയവായി കാണണം. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ശരിയല്ല. ഞാൻ ഇപ്പോൾ എല്ലാവരും ഒരു സംഘടനയുടെ ഐഡൻറ്റിറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. എന്നെ ഇന്നിപ്പോൾ പേരൂർക്കര DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി എനിക്കിപ്പോൾ ഒരു വിഷ്വൽ അയച്ചത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ. എന്താ അത്? അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ഇന്നലെ NGO അസോസിയേഷൻ അവരുടെ കൊടിയും ഐഡൻറ്റിറ്റിയും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഡയപ്പർ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവൻ അയച്ചു. ഞങ്ങളതിനെ എതിർക്കുന്നില്ല, ഞാനെന്നെ മോശപ്പെടുത്താൻ പറയുന്നതല്ല. ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. അങ്ങനെ പബ്ലിക് പാർട്ടിസിപ്പേഷനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പാക്കിക്കൊണ്ടും മാത്രമാണ് കേരളം ഇന്ന് വരെ നേടിയ എല്ലാ നേട്ടവും നേടിയിട്ടുള്ളത്. എല്ലാ നേട്ടവും. അതിനെ മനസ്സിലാക്കാതെ ഈ പദ്ധതിയുടെ ഒരു ജനാധിപത്യ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താ, ഇതിൻ്റെ ഒരു കരുത്തുണ്ട് അല്ല, അതിൻ്റെ പൊളിറ്റിക്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ അധികാരത്തിൽ അന്ധത ബാധിച്ചു അദ്ദേഹം ഇത് പറഞ്ഞതാണ്. അത് ജനം വിലയിരുത്തും.